ശ്രീ ബഷീർ വള്ളിക്കുന്ന്, സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യ BJP നേതാവ്, NSSും SNDPയുമായി അടുത്ത ബന്ധം, ക്രൈസ്തവ സഭയ്ക്കും പ്രിയങ്കരൻ. നോക്കൂ, ഒരു തീവ്ര വലതുപക്ഷ മാധ്യമം രാജീവ് ചന്ദ്രശേഖരനെ വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഇങ്ങനെയാണ്. അവരുടെ ഒരു വാർത്തയുടെ, ഒരു ഓൺലൈൻ വാർത്തയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ്: BJP നിലവിൽ കേരളത്തിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് മുഖങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ, മറ്റൊന്ന് സുരേഷ് ഗോപി. ക്ഷമിക്കണം, പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊരു RSS തീവ്ര പശ്ചാത്തലമില്ല എന്ന് വരുത്തി തീർക്കാനായി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടുപേരാണ്. പക്ഷേ ഇവർ വളരെ വിദഗ്ധമായി, വളരെ ക്രൂക്ഡായി സമൂഹത്തിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വർഗീയതയുടെ വിഷമുണ്ടല്ലോ, അത് വളരെ സ്ലോ പോയിസണിങ് എന്ന മാതൃകയിലാണ്. ആ അപകടത്തെ ഏറ്റവും മനോഹരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടം ഇതാണ് എന്ന് കരുതാമോ? തീർച്ചയായും നമ്മള് BJP ഇപ്പോൾ പ്രയോഗിക്കുന്ന ഈ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തെ അവര് വളരെ കാലമായി കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു, വേര് പിടിക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ കേരളത്തിൽ വേര് പിടിക്കാനുള്ള ഈ പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ഈ രാഷ്ട്രീയം കേരള ജനതക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഉത്തരേന്ത്യയിലൊക്കെ, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വിജയിക്കുന്ന പോലെ കേരളത്തിൽ വിജയിക്കില്ല എന്ന് തിരിച്ചറിയുകയും ചില പൊതുമുഖങ്ങൾ, അസീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ലോ പോയിസണിങ് നടത്താൻ കഴിയുള്ള വളരെ പോളിഷ്ഡ് ആയി സംസാരിക്കുന്ന ചില മുഖങ്ങളെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ സാധിച്ചേക്കും. പ്രത്യേകിച്ചും ഈ സുരേഷ് ഗോപിയുടെ വിജയം, അതുപോലെ തന്നെ ഈ പാർലമെന്ററി സംസ്ഥാന തെരഞ്ഞെടുപ്പില് O രാജഗോപാൽ ജയിച്ചത്, അങ്ങനെ ഈ രണ്ട് ജയങ്ങളാണ് BJPക്ക് മുന്നിലുള്ളത്. അപ്പൊ ഈ രണ്ടുപേരുടെയും ഒരു ക്യാരക്ടർ എടുത്തു നോക്കിയാൽ പുറമേക്ക് കുറച്ചുകൂടി പോളിഷ്ഡ് ആയി സംസാരിക്കുക, ഒരു സാംസ്കാരിക വ്യക്തിത്വത്തിന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തുക. ഇപ്പൊ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശശികല ടീച്ചറോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സംസാരിക്കുന്ന പോലെ പച്ചയായ വർഗീയത സമൂഹത്തിൽ തുറന്നു പറയാതിരിക്കുക, എന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള പോളറൈസേഷന് വേണ്ടി വളരെ തന്ത്രപരമായി ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങളെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കേരള സൊസൈറ്റിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വിജയസാധ്യതയുണ്ട്. അല്ലാത്ത നേരിട്ട് വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ ഇപ്പൊ പ്ലേസ് ചെയ്യാൻ കാരണം. ഇദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ബിസിനസ്സുകാരനാണ്, വിജയിച്ചൊരു ബിസിനസ്സുകാരനാണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത്, ഗുജറാത്തിൽ ജനിച്ച് കർണാടകയിൽ വളർന്ന് വിദേശത്തും മറ്റുമായി പഠിച്ച് കേരളവുമായി ഒരു സാംസ്കാരിക ബന്ധവും കേരളത്തിന്റെ ഒരു ബഹുസ്വര സാംസ്കാരികതയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് കേരളത്തിലെ ജനങ്ങളെ, BJP ഇങ്ങനെ ഒരു പൊതുമുഖത്തെ അവതരിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നത് സംശയകരമാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിനുമായുള്ള കേരളത്തിന്റെ ബന്ധം എന്ന് വെച്ചാൽ നമുക്ക് തുറന്നു പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റ് ചാനലിന്റെ മുതലാളി അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന സ്ഥാപകനല്ല, മുതലാളി എന്ന ഒരു സ്ഥാനപ്പേരിലേക്ക് കേരള ജനതയ്ക്ക് ഇദ്ദേഹത്തെ അറിയുകയുള്ളൂ. വലിയ സാംസ്കാരിക പാരമ്പര്യമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ബഹുസ്വര സാംസ്കാരികതയ്ക്ക് വളർച്ചയേക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമോ ഇദ്ദേഹത്തിനില്ല. പിന്നെയുള്ളത്, എത്ര പോളിഷ് ചെയ്ത് വെച്ചാലും ചില അവസരങ്ങളിൽ സംഗതികൾ പുറത്തു ചാടുമെന്ന് നമ്മൾ പറയുന്നത് പോലെ പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിൽ നിന്ന്, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇദ്ദേഹം വിഷമല്ല, കൊടും വിഷമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോ കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന്റെ കേസ് വാർത്ത പുറത്തു വരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം UNIക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ട് കേരളത്തിലെ ഹമാസ് തീവ്രവാദികളുമായി ഇതിന് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്നേരം ചെയ്തിരുന്നത് ഇത് ഒരു നമുക്കറിയാം ഇത് വളരെ ആളിപ്പടരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും 2000-ലധികം യഹോവ സാക്ഷികൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സീരിയൽ ബോംബിംഗ് നടക്കുന്നു, നിരവധി പേർ മരിക്കുന്നു. ഈ വാർത്ത വരുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഈ കേരളം ഇനി മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ഭീകരമായ ഒരു വർഗീയ വിഭജനത്തിലേക്കും ഒരു കലാപത്തിലേക്കും പോയേക്കുമെന്ന് ഭയപ്പെട്ട് നമ്മളെപ്പോലുള്ള എല്ലാ ആളുകളും, കഴിയുന്നത്ര ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് വൈകാരികതയിലേക്ക് പോകരുതെന്ന് പറയുന്ന സന്ദർഭത്തിൽ തീർത്തും വൈകാരികത ജനിപ്പിക്കാനും അത് പ്രക്ഷോഭത്തിലേക്ക് നയിക്കാനും ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ദേശീയ മാധ്യമത്തിന് മുന്നിൽ വന്ന് നടത്തുകയാണ്. ഹമാസ് തീവ്രവാദികളുമായി ബന്ധം, കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവിനെ കേരളത്തിൽ സംസാരിക്കാൻ ഈ പിണറായി സർക്കാർ അനുവദിച്ചു. 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടന്നു. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന
ഒരു പ്രവർത്തനമാണ് എന്നൊക്കെ. ഈ സ്ഫോടനത്തെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നതിന് മുമ്പ് പോലീസ് അന്വേഷണത്തിന്റെ യാതൊന്നും നീങ്ങുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അപ്പോഴാണ് കേരള മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം വിഷമല്ല കൊടും വിഷമാണെന്ന് പറയേണ്ടി വന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എത്ര പോളിഷ്ഡായി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ചില ഘട്ടങ്ങളിൽ അത് പുറത്തു വരും. അപ്പൊ അങ്ങനെ പുറത്തു വന്ന ധാരാളം ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമ സ്ഥാപനത്തിന് അവരുടെ മുതലാളി ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അത് പ്രൊജക്ട് ചെയ്തേ പറ്റൂ. അപ്പൊ കേരളത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോ സുരേന്ദ്രനാണെങ്കിലും പിന്നെ ഇപ്പോ രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പകയുടെ രാഷ്ട്രീയവും ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ചിലർ പ്രത്യക്ഷമായി പറയുന്നു, മറ്റു ചിലർ പോളിഷ്ഡായി പറയുന്നു. ഇനി മാധ്യമ സ്ഥാപനങ്ങളുടെ ഉപയോഗപ്പെടുത്തി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ദേശീയ തലത്തിൽ മാധ്യമ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പകയുടെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെയും ഫേക്ക് ന്യൂസും പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലിന്റെ പിന്നെ സ്ഥാപകനാണ് ഇദ്ദേഹം. റിപ്പബ്ലിക് ടി വി, അർണബ് ഗോസ്വാമി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ പിന്നെ നൈതിക മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നെ നേരെ എതിർ ദിശയിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന പേര് ഫേക്ക് ന്യൂസിന്റെയും അതുപോലെ തന്നെ വൈകാരിക വാർത്തകളുടെയും ഒക്കെ ഉണ്ടാക്കി ആളുകളെ വിഭജിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന പേര് അർണബ് ഗോസ്വാമി ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ദേശീയ ചാനൽ ഉണ്ടാക്കി കൊടുക്കാൻ മുതൽ മുടക്ക് നടത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കേരളത്തിലെ ചാനൽ അത് ചിലപ്പോ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വന്നേക്കാം. പക്ഷെ അദ്ദേഹം സ്ക്രോൾ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ഞാൻ അതൊന്ന് സൂചിപ്പിക്കട്ടെ. 2017 അദ്ദേഹം സ്ക്രോൾ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഈ മാധ്യമ രംഗത്തെ പിന്നെ മോട്ടീവ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാർക്കറ്റിന് എന്താണോ വേണ്ടത് അത് നൽകുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ ചിന്തകൾക്കും ചില സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മാർക്കറ്റ് പിടിക്കാൻ ഇടതുപക്ഷ ആ ചിന്തകൾ ഉപയോഗപ്പെടുത്താണെങ്കിൽ ഉപയോഗിക്കുക, ദേശീയ തലത്തിൽ ഉപയോഗിക്കേണ്ടത് ദേശീയ തലത്തിൽ ഉപയോഗിക്കുക. അർണബിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ്. അപ്പോ ഗാന്ധിജിക്ക് മാർക്കറ്റിലുള്ളടത്ത് ഗാന്ധിജി ഉപയോഗിക്കുക, ഹിറ്റ്ലർക്ക് മാർക്കറ്റിലുള്ളടത്ത് ഹിറ്റ്ലർ ഉപയോഗിക്കുക, എന്നിട്ട് ഈ മാർക്കറ്റിനനുസരിച്ച് പിന്നെ മാധ്യമത്തെ ഉപയോഗിക്കുക. ഇത്തരം ഒരു ചിന്താഗതി പരസ്യമായി പറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് നൈതികത, എന്ത് സാമൂഹ്യ പ്രതിബദ്ധത, എന്ത് ബഹുസ്വര സംസ്കാരം ഒക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ വന്നാല് മുഖം മൂടി പലപ്പോഴും പുറത്തു വരും. ആ പുറത്തു വരുന്ന തിരിച്ചറിയാൻ കെൽപ്പുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. അവരത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.